റേഷൻ സമരം തീർന്നല്ലോ, ഇനി എന്താ പ്രശ്നമെന്നാണോ? സമരം തീർന്നിട്ടും പ്രതിസന്ധി ഒഴിയാതെ ഭക്ഷ്യവിതരണ മേഖല, ഭക്ഷ്യധാന്യങ്ങൾ എത്താതെ റേഷൻ കടകൾ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? റിയാലിറ്റി ചെക്ക്. റേഷൻ സമരം പിൻവലിച്ചെങ്കിലും സംസ്ഥാനത്ത് പലയിടത്തും റേഷൻ വിതരണത്തിൽ പ്രതിസന്ധിയാണ്. ജനുവരി മാസം അവസാനിക്കുകയാണ്. ഈ മാസം ഇതുവരെ റേഷൻ വാങ്ങിയത് 72% പേർ. പലയിടത്തും അരിയും സാധനങ്ങളും സ്റ്റോക്കില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സേവനം പുനരാരംഭിച്ചെങ്കിലും പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല. ആദിൽ പാലോട് തിരുവനന്തപുരത്ത് നിന്ന് ഒപ്പം കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസും കൊച്ചിയിൽ നിന്ന് സെയ്ഫുനിസ അലിയാറും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ആദ്യം ആദിൽ പാലോടിലേക്ക്. ഗുഡ് ഈവനിംഗ് ആദിൽ പാലോട്. സമരം തീർന്നപ്പോൾ എല്ലാം ശരിയായി എന്നാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷേ എല്ലാം അങ്ങോട്ട് ശരിയായിട്ടില്ല. ശരിയാക്കാൻ ബാക്കിയുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ആദിൽ? സുജയ പറഞ്ഞ കണക്കുകൾ തന്നെയാണ് വളരെ പ്രധാനം. സാധാരണഗതിയിൽ സംസ്ഥാനത്ത് ഒരു മാസം അവസാനിക്കുമ്പോൾ 85% വരെ ആളുകൾ റേഷൻ വാങ്ങുന്ന പതിവാണ് സാധാരണഗതിയിൽ ഉള്ളത് ശരാശരി. പക്ഷേ ഇത്തവണ ഇന്ന് 31 തീയതിയാണ് ജനുവരി മാസം. ഇന്നത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 72% ആളുകൾ മാത്രമാണ് റേഷൻ വാങ്ങിയിട്ടുള്ളത്. അതായത് 10%-ലേറെ ആളുകൾ ഇനിയും റേഷൻ വാങ്ങാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ തിരുവനന്തപുരത്തെ ഒരു റേഷൻ കടയിലാണ് ഞാനുള്ളത്. പക്ഷേ ഇവിടെ ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ച് സ്റ്റോക്കുകൾ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ തന്നെ സ്റ്റോക്കുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെറിയ കടകളുള്ള റേഷൻ കടകളുള്ള സ്ഥലങ്ങളിലാണ് പ്രശ്നമുള്ളത്. അവിടെ ആവശ്യത്തിന് അടുത്ത മാസത്തേതുകൂടി സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള സ്ഥലപരിമിതിയുള്ള റേഷൻ കടകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സമരം വരുമ്പോഴേക്ക് പിന്നീട് സാധനം എത്തിക്കാൻ റേഷൻ വിതരണം ചെയ്യുന്ന ലോറി കോൺട്രാക്ടർമാർ പ്രശ്നമുണ്ടാക്കിയിരുന്നു, സമരമുണ്ടാക്കിയിരുന്നു. ആ സമയത്ത് സാധനം എത്തിക്കാത്തതിൻ്റെ പ്രതിസന്ധി പരിഹരിച്ച് വരുന്നതേയുള്ളൂ. നേരത്തെ അവർ സമരം പിൻവലിച്ചിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും സാധനങ്ങൾ എത്തി തുടങ്ങിയിട്ടില്ല. തിരുവനന്തപുരം, എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള റേഷൻ കടകളിൽ പലയിടത്തും പ്രശ്നമില്ല. പക്ഷേ വടക്കൻ കേരളത്തിലാണ് കൂടുതൽ പ്രതിസന്ധി. എറണാകുളം മുതൽ തൃശ്ശൂർ അടക്കം പാലക്കാട് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ പ്രതിസന്ധി രൂക്ഷമാണെന്നാണ് റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് സർക്കാരും ഉൾക്കൊള്ളുന്നുണ്ട്. 10%-ലേറെ പേർ ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം 4 തീയതി വരെ, ഫെബ്രുവരി 4 വരെ ഈ ജനുവരി മാസത്തെ റേഷൻ വാങ്ങാൻ കഴിയും. 5 തീയതി റേഷൻ കടകൾ അടവായിരിക്കും. 6 തീയതി മുതലായിരിക്കും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക എന്നതാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും പ്രതിസന്ധി രൂക്ഷമാണ് എന്നത് യാഥാർത്ഥ്യമാണ് സുജയ. ഓക്കെ, ഇപ്പോൾ ആദിൽ പാലോട് പങ്കുവച്ച അപ്ഡേറ്റ് നമുക്ക് സ്ക്രീനിൽ പ്രേക്ഷകർക്കൊന്ന് എഴുതി കാണിക്കാവുന്നതാണ്. അതായത് ജനുവരിയിലെ റേഷൻ ജനുവരി 31 വരെയല്ല, അത് ഫെബ്രുവരി 4 വരെ നിങ്ങൾക്ക് വാങ്ങാം. 4 ദിവസം കൂടി എക്സ്റ്റൻഷൻ നൽകിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഉപകാരപ്പെടുന്ന ഒരു അറിയിപ്പായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഫെബ്രുവരി 4 വരെ റേഷൻ വാങ്ങാം ജനുവരിയിലേത്. ഫെബ്രുവരിയിലെ റേഷൻ വാങ്ങാൻ ഇതിനകം ഈ 72% പെടുന്ന ജനുവരിയിലെ റേഷൻ കിട്ടിയ ആളുകളാണെങ്കിൽ ഫെബ്രുവരി 6 മുതലാണ് റേഷൻ കടകളിലേക്ക് ചെല്ലേണ്ടത്.